ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ദൈവവചനം ശ്രവിക്കുവാൻ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സമയം ഒരുക്കി തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പുതിയൊരു ദിവസത്തിൻ്റെ അനുഗ്രഹവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 18-ാം അധ്യായം 15-ാം തിരുവചനം. മകനെ, നിന്റെ സത്പ്രവൃത്തികളിൽ നിന്ദ കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മുടെ നാവിനെ സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കാൻ ചെല്ലുമ്പോൾ, ഒരിക്കലും അത് അവജ്ഞയോടോ നിന്ദയോടോ കൂടി ചെയ്യരുത്. സന്തോഷത്തോടു കൂടി ചെയ്യുക. സ്വർഗത്തിൽ പിതാവായ ദൈവം എപ്പോഴും സന്തോഷിക്കുന്നത് പോലെ ആ പിതാവായ ദൈവത്തിൻ്റെ സന്തോഷത്തിൽ ചേർന്നുകൊണ്ട് ഒരാളെ സഹായിക്കുവാൻ എപ്പോഴും വ്യഗ്രത കാണിക്കുക. നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ഉയർച്ച നേടുവാനോ പദവികൾ കിട്ടുവാനോ പേര് നേടുവാനോ ഒന്നുമല്ല മറ്റുള്ളവർക്ക് സമ്മാനങ്ങളോ ദാനങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ. ആരെയും കുത്തിമുറിവേൽപ്പിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിൽ സന്തോഷിക്കരുത്. ആരെങ്കിലും നമ്മുടെ മുന്നിൽ കൈനീട്ടുമ്പോൾ അവൻ്റെ അവസ്ഥയെക്കുറിച്ച് പരിതപിച്ചിട്ട് അവന് ഒന്നും കൊടുക്കരുത്. ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തിൻ്റെ ഓഹരി നൽകി അവനെ സന്തോഷത്തോടുകൂടി പറഞ്ഞയക്കുക. ആരുടെയും ഹൃദയത്തിൽ കുത്തിമുറിവേൽപ്പിക്കുവാൻ നമ്മുടെ നാവിനെ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള നിങ്ങളുടെ ഓരോ പ്രയാണത്തിലും നിങ്ങൾക്കൊരനുഗ്രഹമായി മാറട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറട്ടെ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും പിതാവായ ദൈവത്തിൻ്റെ സന്തോഷം നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്കും പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്ന് സമൃദ്ധമായ അനുഗ്രഹങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.